പിന്നെ കുറേ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നും. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചോളൂ. എനിവേസ് എന്താടാ ഓക്കെ. അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പോൾ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ദിയ കൃഷ്ണ പുറത്തുവിട്ട ഒരു വ്ളോഗിൽ പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിനോടകം ഈ വീഡിയോ വളരെയധികം വൈറലാവുകയും തുടർന്ന് ധാരാളം റിയാക്ഷൻ ചാനലുകാർ ഈ വിഷയത്തെ വിമർശന വിധേയമാക്കിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വിമർശനങ്ങളെ 100% പുച്ഛിച്ച് തള്ളിക്കൊണ്ട് വിമർശിച്ചവർക്കെല്ലാവർക്കും നല്ലൊരു നടുവിരൽ നമസ്കാരം എന്ന് പറയുന്നതിന് പകരം ഒരു തകർപ്പൻ ഡാൻസുമായി ദിയ കൃഷ്ണയും ഭർത്താവും വന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് കൂടി ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ആദ്യ വീഡിയോയിൽ പറഞ്ഞ ഭർത്താവിൻ്റെ അമ്മയെ ഒരിക്കലും എനിക്ക് അമ്മ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത് അശ്വിൻ്റെ അമ്മ എന്ന രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതിനപ്പുറം വഴിയിൽ കാണുന്നവരെ എല്ലാവരെയും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരേ ഒരാൾ മാത്രമേ എനിക്ക് അമ്മയായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയാളെ മാത്രമേ എനിക്ക് അമ്മയെന്ന് വിളിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അത് വലിയ വിവാദമായി മാറി. ആ ഒരൊറ്റ പ്രസ്താവനയോടുകൂടി ദിയ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ്, നിലവാരം എന്താണ്, മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതെല്ലാം മറ നീക്കി പുറത്തു വരികയായിരുന്നു. മലയാളി ഇതിനെ അഹങ്കാരമെന്നും ധാർഷ്ട്യമെന്നും പണത്തിന്റെ പൊങ്ങച്ചം എന്നുമൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. തുടർന്ന് ദിയ കൃഷ്ണയുടെ കമന്റ് ബോക്സിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് അവർ അഴിച്ചുവിട്ടത്. അതിനേക്കാൾ ഉപരി വ്യാപകമായി അൺസബ്സ്ക്രൈബ് ക്യാമ്പയിനുകളും നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് രണ്ട് പുല്ലാണ് എന്നുള്ള രീതിയിൽ ചാടി മറിഞ്ഞ് ഭർത്താവുമായി ഡാൻസ് കളിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി ദിയ വീണ്ടും എത്തി. ദിയ കൃഷ്ണ വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് നമ്മുടെയൊക്കെ മുമ്പിൽ വരുത്തി തീർത്തിരിക്കുന്നത്. പക്ഷേ വീഡിയോയുടെ കീഴിൽ വരുന്ന ഒട്ടുമിക്കവാറും കമന്റുകളെല്ലാം അപ്പോഴപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് വിടുന്നതിൽ കൂടി താൻ എത്രത്തോളം അസഹിഷ്ണുതയുള്ള വ്യക്തിയാണ് എന്നുകൂടി പറയാതെ പറഞ്ഞു വെക്കുകയാണ്. എന്ന് വെച്ചാൽ താൻ വലിയ ബോൾഡൊന്നുമല്ല, ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള വെറും ഒരു ശ്രമം മാത്രമാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭർത്താവിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ പരാമർശം, പ്രത്യേകിച്ച് വഴിയിൽ കാണുന്നവരെയെല്ലാം അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഡിസ്മിസീവ് വാക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കുറേ നാളുകളായി നമ്മൾ ഈ ചാനലിനകത്ത് വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. കാരണം എവിടെ തിരിഞ്ഞാലും രേണുസുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രേണുസുതി കണ്ടന്റ് കണ്ടും കേട്ടും മടുത്തതിന് ശേഷമാണ് വീഡിയോ പരിപാടി അങ്ങോട്ട് നിർത്തിവെച്ചത്. പക്ഷേ ഈ ഒരു വീഡിയോ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ദിയ കൃഷ്ണയുടെ കയ്യിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുവാൻ ശ്രമിച്ചാലും നന്നായിരിക്കും. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു സ്ത്രീ വിവാഹം കഴിച്ചൊരു പുതിയ വീട്ടിലേക്ക് കടക്കുമ്പോൾ അവൾക്കൊരു പുതിയ കുടുംബം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം പറയുന്നത്. പക്ഷേ ആ കുടുംബത്തെ അവൾ എത്രമാത്രം സ്വന്തം എന്ന് കാണണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും അച്ഛനെന്നും അമ്മയെന്നും വിളിക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽപ്പെടുന്ന വിഷയമാണോ? ഈ പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അമ്മയെന്നും അച്ഛനെന്നും വിളിക്കാതെ അശ്വിന്റെ അമ്മ, അശ്വിന്റെ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരമ്മ മാത്രമേ ഉള്ളൂ, വഴിയിൽ കാണുന്നവരെ എല്ലാവരെയും അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ദിയ കൃഷ്ണയുടെ ഈ സംസാരം പിൻ സീറ്റിലിരുന്ന് കൊച്ചിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്വിന് കാര്യമായിട്ട് ഒരു ബുദ്ധിമുട്ടും പരിഭവവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് അതൊരു വലിയ വേദനയായി മാറി. അശ്വിന്റെ അമ്മയെ ബോധപൂർവം അപമാനിച്ചതായിട്ടാണ് കേരള സമൂഹത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത്.
അശ്വിന് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അശ്വിൻ്റെ അമ്മയെ ദിയാകൃഷ്ണ എന്തു വിളിക്കണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കുന്ന ജനങ്ങൾ അത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ അവഹേളിച്ചതായി തോന്നിയത് കൊണ്ടല്ല പ്രതികരിക്കുന്നത്. പകരം നമ്മുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്. കുടുംബം എന്ന പവിത്രമായ സ്ഥാപനത്തിന് മലയാളി നൽകുന്ന ഒരു പ്രഥമ സ്ഥാനമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവാഹം എന്ന ബന്ധത്തിന് ഒരാത്മാവുള്ളതായിട്ടാണ് ഭാരത സംസ്കാരം കണക്കാക്കി പോരുന്നത്. അത് വാസ്തവത്തിൽ നമ്മളെക്കാൾ അധികം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തി ദിയാകൃഷ്ണ തന്നെയാണ്. കാരണം ദേശീയതയും ഭാരത സംസ്കാരവും ഭാരതത്തിലെ പുണ്യപുരാതന മതമായ ഹൈന്ദവതയും ആ ഹൈന്ദവ സംസ്കാരത്തിൽ സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണനയും, എന്തിനേറെ ഭാരതമെന്ന ഭൂമിയെപ്പോലും മാതാവ് എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്യുകയും പശുവിനെ പോലും ഗോമാതാവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുള്ള അപ്പൻ്റെ മകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കാത്തവർ പോലും പ്രതികരിച്ചു പോകും. അങ്ങനെയുള്ളപ്പോൾ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ സ്വാഭാവികമായും ഭാരത സംസ്കാരം, കുടുംബ ബന്ധം, മനഃശാസ്ത്രം, കുട്ടികളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരപ്പനിൽ നിന്നും കാര്യമായ അറിവ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാകും എന്ന രീതിയിലാണ് നമ്മളൊക്കെ കാണുന്നത്. ഭാരത സംസ്കാരത്തിൽ അമ്മ എന്ന വാക്ക് ഒരു ബയോളജിക്കൽ റിലേഷൻ മാത്രമല്ല. നമ്മൾ എന്താണ് സ്കൂളിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്നൊക്കെയാണ്. അവിടെ അമ്മ എന്ന വാക്ക് പ്രസവിച്ച സ്ത്രീയോട് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നൊരു വികാരമല്ല. സ്നേഹവും കരുതലും ത്യാഗവും നൽകുന്ന ഒരു സ്ഥാനത്തേക്കാണ് ആ വാക്ക് ഉയർത്തപ്പെടുന്നത്. കേരളത്തിലെ പഴയ കുടുംബങ്ങളിൽ അമ്മായിയമ്മയെ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു നിയമമൊന്നുമല്ലായിരുന്നു. പക്ഷേ അതൊരു ബഹുമാന രീതിയായിരുന്നു. അതുപോലെ അമ്മായിയമ്മ മരുമകനെ അല്ലെങ്കിൽ മരുമകളെ മോളെ എന്നും മോനെ എന്നും വിളിക്കാറുണ്ട്. ദിയയുടെ കാഴ്ചപ്പാടിൽ അതിൻ്റെ ആവശ്യകതയൊന്നുമില്ല. കാരണം അവൻ അല്ലെങ്കിൽ അവൾ ശരിക്കും അവർക്ക് ജനിച്ച ഒരു മകനോ മകളോ അല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ചോദ്യം, ഒരു ബന്ധത്തെ ബയോളജിക്കൽ ട്രൂത്ത് കൊണ്ട് മാത്രമാണോ അളക്കേണ്ടത് എന്നുള്ളതാണ്, അതോ ഇമോഷണൽ അക്സെപ്റ്റൻസ് കൊണ്ടുകൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നാം രണ്ടു വശവും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സൈഡ് ദിയാകൃഷ്ണയുടേതാണ്. അവളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യം തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് അമ്മ ഒരേ ഒരാൾ മാത്രമാണ്. ആ സ്ഥാനം അവർക്ക് വളരെ ഇമോഷണൽ ആയിരിക്കാം. അതിനാൽ മറ്റൊരാളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ അവർക്ക് ഇമോഷണൽ കണക്ഷൻ തോന്നണമെന്നുമില്ല. അങ്ങനെ നിർബന്ധിക്കാൻ നമുക്ക് പറ്റുകയുമില്ല. കാരണം ബഹുമാനം നിർബന്ധിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അത് സ്വാഭാവികമായി ഉളവായി വരേണ്ടതാണ്. ഈ ഭാഗത്ത് അവരുടെ അഭിപ്രായത്തിന് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ മറുവശം പൊതുവേദിയിൽ പറയുന്ന ഭാഷയുടെ ഉത്തരവാദിത്തം എന്നുള്ളതാണ്. ഞാൻ അശ്വിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കില്ല, പകരം ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള സംസാരമല്ല ഇവിടുത്തെ പ്രശ്നം. പകരം മോശമായ അടുത്തൊരു പ്രസ്താവനയിലേക്കാണ് പോകുന്നത്. വഴിയിൽ കാണുന്നവരെ എല്ലാവരെയും അമ്മയെന്ന് വിളിക്കേണ്ട ഗതികേടില്ല എന്നുള്ളത്. അവിടെയാണ് ആൾക്കാരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയത്. അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നാറുന്നതും മണക്കുന്നതും ഒന്നും അറിയില്ലായിരിക്കും. എന്നാൽ കേട്ടുകൊണ്ട് നിൽക്കുന്ന പലർക്കും അത് അങ്ങേയറ്റം അപമാനകരമായി തന്നെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഹേറ്റ് ക്യാമ്പയിൻ അവർക്കെതിരെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഭാരതീയ കുടുംബ സംസ്കാരത്തിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഔട്ട്സൈഡറായി പബ്ലിക്കലി പ്രസന്റ് ചെയ്യുന്നത് പലർക്കും ഒരു ഇമോഷണൽ റിജക്ഷനായി തോന്നും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസാരിച്ചു വരുമ്പോൾ അവർ അവരുടെ മകനെക്കുറിച്ചും ഭാവിയിൽ അവൻ വിവാഹം കഴിച്ച ശേഷം അവൻ്റെ അമ്മായിയമ്മയെ അമ്മ എന്ന രീതിയിൽ സംബോധന ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ അത് കുരുന്നുകുട്ടിയാണ്. പക്ഷെ അവൻ വളർന്നു വലുതായി ഭാവിയിൽ അവൻ വിവാഹിതനാകുമ്പോൾ അവൻ്റെ ഭാര്യയുടെ അമ്മയെ അവൻ അമ്മ എന്ന് വിളിച്ചാൽ ആ ഒരു വാക്ക് തന്നെ അസ്വസ്ഥപ്പെടുത്തും എന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞു വെച്ചത്. അവൻ എന്നെ മാത്രമേ അമ്മയെന്ന് വിളിക്കുവാൻ പാടുള്ളൂ, കാരണം അവന് ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ബയോളജിക്കൽ റിലേഷൻ, അതിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനപ്പുറത്ത് ഒരു ഇമോഷനും അവരുടെ ഉള്ളിൽ ഇതുവരെയും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മളിതിനെ ആഴത്തിലൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ഇമോഷണൽ പൊസസീവ്നെസ് ദിയാകൃഷ്ണയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വിശകലനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കുട്ടി വളരുമ്പോൾ അവൻ പല ബന്ധങ്ങൾ പഠിക്കുന്നു. അമ്മ, അച്ഛൻ, അമ്മുമ്മ, അപ്പുപ്പൻ, അധ്യാപകർ, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവൻ്റെ ഇമോഷണൽ വേൾഡിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നത്. യാഥാർത്ഥ്യം അങ്ങനെയായിരിക്കെ നീ എന്നെ മാത്രമേ അമ്മയെന്ന് വിളിക്കാവൂ എന്നൊരു കണ്ടീഷനിങ് ചെറുപ്പം മുതൽ ആ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ അവൻ്റെ മേലൊരു സൈക്കോളജിക്കൽ ഓണർഷിപ്പാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഇമോഷണൽ ഫ്രീഡത്തെ അത് കാര്യമായി ബാധിക്കും. സ്നേഹം എന്നുള്ളത് ഒരു ഓണർഷിപ്പ് അല്ല,
അത് ആദ്യം ദിയാകൃഷ്ണ മനസ്സിലാക്കണം. ഒരമ്മയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മകനെ സ്വന്തം ഇഷ്ടപ്രകാരം നിയന്ത്രിക്കുന്നതല്ല, പകരം അവൻ വളർന്ന് മെച്ചർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാക്കി അവനെ മാറ്റുന്നതാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ കാണുവാൻ കഴിഞ്ഞാൽ അത് തിരുത്തി നേരെയാക്കുവാൻ നിങ്ങൾക്ക് സ്വാഭാവികമായും അധികാരമുണ്ട്. ഒരു ദിവസം അവന് വിവാഹം കഴിക്കും, അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു കുടുംബം വരും. അപ്പോൾ അവൻ സ്വാഭാവികമായും സ്നേഹം കൊണ്ട് ഭാര്യയുടെ അമ്മയെ അമ്മ എന്ന് വിളിച്ചു പോയാൽ അത് തൻ്റെ മകന് തന്നോടുള്ള സ്നേഹം കുറയുന്നതിൻ്റെ തെളിവായി നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഹൃദയം തകർന്നു പോവുകയും ചെയ്താൽ നിങ്ങൾ അത്രയുള്ളെന്നാണ് അതിൻ്റെ സാരം. ഭാര്യയുടെ അമ്മയെ സ്വന്തം മകൻ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടാൽ തകർന്നു പോകുന്ന മാതൃത്വമാണ് താങ്കളുടേതെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കുവാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കുവാനുണ്ട്. നിങ്ങളുടെ മകൻ മറ്റൊരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുമെങ്കിൽ നിങ്ങൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ഒരു അമ്മയാണ് എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. സത്യത്തിൽ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, ഇതൊരു മാനസിക പ്രശ്നമാണ്. അതിന് കൗൺസിലിങ്ങും അതുപോലെയുള്ള മാനസികാരോഗ്യ ചികിത്സകളും ആവശ്യമാണ്. ദിയാകൃഷ്ണയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞ കമന്റ് അവർ പുരോഗമനത്തിന്റെ പാതയിലാണ് എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ചിരിയാണ് അത് കേട്ടപ്പോൾ വന്നത്. സ്വന്തം അച്ഛൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെടിവെപ്പുകാരനായിരുന്നു എന്ന രീതിയിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും അങ്ങനെയുള്ള പരസ്ത്രീ ഗമനത്തിൽ കൂടി ഉണ്ടായ കുട്ടിയാണ് ഞാനെന്ന് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുകയും ചെയ്യുന്നതൊക്കെ എന്നു മുതലാണ് പുരോഗമനമായി മാറിയത് എന്നുള്ളത് എനിക്കറിയില്ല. അസ്വാഭാവികമായി എന്ത് കണ്ടാലും അതിനെ പുരോഗമനമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീലക്ഷ്മിയോട് നമുക്ക് കൂടുതലൊന്നും തന്നെ സംസാരിക്കാനില്ല. പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ ഭാരതത്തിൻ്റെ കുടുംബ വ്യവസ്ഥയുടെ ശക്തി മറ്റൊരു രാഷ്ട്രങ്ങളിലുമുള്ളവർക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നതല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും ഫാമിലി സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം അത് വളരെ വലുതാണ് എന്ന് പഠിച്ചാൽ മനസ്സിലാകും. ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ആയിട്ടുള്ളതല്ല, പകരം റിലേഷൻഷിപ്പ് സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് ഒരു വാക്കു മാത്രമല്ല, ഞാൻ ഈ കുടുംബത്തെ ബഹുമാനിക്കുന്നു, സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അതുപോലെ മരുമകൻ വീട്ടിൽ വന്നാൽ മോനെ എന്ന് വിളിക്കുന്നത് അവനെ ഇമോഷണലി ഇൻക്ലൂഡ് ചെയ്യുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ചില വീടുകളിൽ ടോക്സിക് അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരും ഒക്കെ ഉണ്ട്, ക്രൂവലായിട്ടുള്ള കുടുംബങ്ങളുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു തെറ്റല്ല. പക്ഷേ എല്ലാ ബന്ധങ്ങളെയും മുൻകൂട്ടി ഔട്ട്സൈഡറായി ട്രീറ്റ് ചെയ്യുന്നത് അതൊരു ഹെൽത്തി അപ്രോച്ച് ആണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുന്ന മോഡേൺ കൾച്ചർ പ്ലാറ്റ്ഫോം ഉയർന്നു വരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ കൾച്ചർ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാൻ, എൻ്റെ സ്പേസ്, എൻ്റെ കംഫർട്ട്, എൻ്റെ റൂൾസ്. ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് മുൻപോട്ട് പോകണമെങ്കിൽ ഈഗോ കുറയ്ക്കണം, എമ്പതി കൂടുതലായിട്ടുണ്ടാവണം. എല്ലാ ബന്ധങ്ങളും ലീഗൽ കോൺട്രാക്റ്റ് പോലെ കണ്ടാൽ ഇമോഷണൽ ബോണ്ടിങ് അതില്ലാതെയാവും. ഈ വിഷയം ഒരു ചർച്ചയ്ക്കെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അതിൽ ദിയാകൃഷ്ണയുടെ വാദത്തിൽ ശരിയുള്ള ഭാഗമുണ്ട്. ആരെയും ഫോഴ്സ് ചെയ്ത് അമ്മയെന്ന് വിളിപ്പിക്കാനാവില്ല. ഇമോഷണൽ കംഫർട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചില കുടുംബങ്ങളിൽ ട്രോമ ഉണ്ടായിരിക്കാം. ബഹുമാനം വാക്കുകളിൽ മാത്രം അളക്കാനാവില്ല. അതൊക്കെ പെരുമാറ്റത്തിലും സമീപനത്തിലും വെളിപ്പെടേണ്ടതാണ്. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇങ്ങനെയുള്ള വാലിഡ് ആയിട്ടുള്ള പല പോയിന്റുകളും അവരെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് നിരത്തി വെക്കാൻ പറ്റും. പക്ഷേ പ്രശ്നമുള്ള ഭാഗം പൊതുവഴിയിൽ നിൽക്കുന്നവരെ എല്ലാം അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഡിസ്മിസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചതാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഇമോഷണലി ഡിസ്റ്റൻസ് ചെയ്ത് സംസാരിച്ചത് തന്നെയാണ്. ഇനി അടുത്തത്, രണ്ടാമത്തത്, അതിനേക്കാൾ ഗൗരവമുള്ളൊരു കുറ്റം സ്വന്തം മകന്റെ ഫ്യൂച്ചർ ഇമോഷണൽ ചോയ്സിനെ മുൻകൂട്ടി നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നിങ്ങളിവിടെ റിലേഷൻഷിപ്പിനെ അഫെക്ഷനായി കാണാതെ എക്സ്ക്ലൂസീവിറ്റിയായി കാണുമ്പോൾ ആളുകൾക്ക് അത് അൺകംഫർട്ടബിൾ ആയി തോന്നും. അവരതിനോട് പ്രതികരിക്കും. ഏറ്റവും വലിയ ചോദ്യം, ഒരു കുട്ടി വളർന്ന ശേഷം അവൻ ആരെ എന്തു വിളിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അവൻ്റെ അമ്മയാണോ അതോ അവൻ തന്നെയാണോ എന്നുള്ളതാണ്. ഹെൽത്തി പേരൻറ്റിങ് എന്നുള്ളത് കുട്ടിയുടെ ഹൃദയത്തെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് എന്ന് ദിയ മനസ്സിലാക്കണം. അല്ലാതെ ഇടുങ്ങിയ മനോഭാവമുള്ളവനാക്കി മാറ്റുന്നതല്ല. ഭൂമിയിൽ നിനക്ക് അമ്മയായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, നിന്നെ പ്രസവിച്ച ഈ ഞാൻ മാത്രം. എന്നെ അല്ലാതെ ഈ ഭൂമിയിൽ മറ്റാരെയും ഒരിക്കലും നീ അമ്മ എന്ന പേരിൽ സംബോധന ചെയ്തു പോകരുത്. അതെൻ്റെ ഹൃദയത്തെ തകർത്ത് കളയും എന്ന ആ കുട്ടിയോട് അവൻ്റെ ബാല്യകാലം മുതൽ പറഞ്ഞു പഠിപ്പിച്ച് അവനെ മറ്റൊരാളാക്കി മാറ്റുന്നത് വാസ്തവത്തിൽ എത്ര ഭയാനകമായൊരു കാര്യമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സത്യം, ബന്ധങ്ങൾ വാക്കുകൾ കൊണ്ട് മാത്രം നിലനിൽക്കില്ല. പക്ഷേ വാക്കുകൾ മൂലം പല ബന്ധങ്ങളും മുറിപ്പെടും എന്നുള്ളതാണ്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമ്മ എന്ന വാക്ക് നിർബന്ധമല്ല, അങ്ങനെ മാത്രമേ വിളിക്കാവൂ എന്ന് ആർക്കും അടിച്ചേൽപ്പിക്കുവാൻ കഴിയുകയുമില്ല. പക്ഷേ ആ വാക്ക് വെറും ഒരു പ്രൊനൗൺസിയേഷൻ മാത്രം അല്ല. അതിൽ സംസ്കാരമുണ്ട്, സ്നേഹമുണ്ട്, സ്വീകരണമുണ്ട്, കരുതൽ ഉണ്ട്. അശ്വിനെ നിങ്ങൾ വിവാഹം കഴിച്ചതിൽ കൂടി അശ്വിൻ എന്ന ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്.
ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ നീ ഔട്ട്സൈഡർ ആണ് എന്ന ബോധ്യത്തിൽ ഒരടി മാറ്റി നിർത്തണോ, അതോ നിങ്ങളും ഞങ്ങളും അവസാനിച്ചു ഇപ്പോൾ നമ്മളായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഊഷ്മളമായ വൈകാരിക ബന്ധം വെളിപ്പെടുത്തണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എഴുതപ്പെടുന്ന കമന്റുകളുടെ എല്ലാം പിൻപിലുള്ള ആത്മാവ് അവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തും. ഇല്ല എങ്കിൽ ഇത്തരം കമന്റുകളെല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഊപ്പാട് വരും. അവസാനമായി ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു നല്ല അമ്മ എന്നുള്ളത് മകനെ സ്വന്തം കൺട്രോളിലേക്ക് പൂട്ടിവെക്കുന്ന ഒരാളല്ല, പകരം അവൻ വലിയ ഹൃദയമുള്ള മനുഷ്യരായി വളരുവാൻ അനുവദിക്കുന്ന വ്യക്തിയാണ്. കാരണം സ്നേഹമെന്നത് എന്നെ മാത്രം സ്നേഹിക്കണം എന്ന ആവശ്യമല്ല, നിനക്ക് കൂടുതൽ ആൾക്കാരെ സ്നേഹിക്കാൻ കഴിയട്ടെ എന്നുള്ള അനുഗ്രഹമാണ്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭർത്താവിന്റെ മാതാപിതാക്കളെ അമ്മ അച്ഛൻ എന്ന് വിളിക്കേണ്ടത് സംസ്കാരമാണോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും വ്യക്തിപരമായ ചോയ്സ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ മീനിങ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.